ഹായ് ഗായ്സ്, മേക്കർ ക്യൂവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഷുഗർ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റോക്കറ്റാണ്. സോ ഗായ്സ്, നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതിന് വേണ്ടത് പഞ്ചസാര, പൊട്ടാസ്യം നൈട്രേറ്റ്, ക്ലേ. ഇപ്പം ഞാനിവിടെ KT ലിറ്ററാണ് യൂസ് ചെയ്തേക്കണത്. 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. ആദ്യം ഈ പൊട്ടാസ്യം നൈട്രേറ്റ് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. പൊട്ടാസ്യം നൈട്രേറ്റാണ് നമ്മൾ ഓക്സിഡൈസറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. പഞ്ചസാര കത്താനുള്ള ഓക്സിജൻ കൊടുക്കുന്നത് ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അതിനുശേഷം ഈ പൊട്ടാസ്യം നൈട്രേറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേപോലെ തന്നെ പഞ്ചസാരയും നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചസാരയും പൊട്ടാസ്യം നൈട്രേറ്റും കൂടിയും ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്താൻ ചാൻസ് ഉണ്ട്. സോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലിട്ട് അടിക്കുക. അതിനുശേഷം അതുപോലെ തന്നെ ക്ലേയും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഈ ക്ലേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കറ്റിൻ്റെ എൻ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി 65 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റും 35 ഗ്രാം ഷുഗറും ഒരു പാത്രത്തിലിടുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. അതിന് വേണ്ടി ഞാനിവിടെ 3 മാർബിൾ ബോൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ വല്ല കട്ട വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയാൻ വേണ്ടിയാണ്. ഇത് നല്ലോണം മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. നമുക്കിനി മിക്സ് ഒന്ന് കത്തിച്ച് നോക്കാം, ഇതിൻ്റെ പവർ എന്തോരുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും പൊട്ടാസ്യം നൈട്രേറ്റും പിന്നെ മിക്സും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഓരോന്നും കത്തിച്ച് നോക്കാം. നമുക്ക് കാണാൻ പറ്റും പഞ്ചസാരയും പൊട്ടാസ്യം നൈട്രേറ്റും ഒറ്റയ്ക്ക് കത്തില്ല മര്യാദയ്ക്ക്. രണ്ടും കൂടി കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യണമെങ്കിൽ ഇത് ഹൈലി ഫ്ലെയിമബിൾ മിക്സ് ആയിട്ട് മാറും. ഇനി വേണ്ടത് 11 സെൻറ്റിമീറ്റർ നീളമുള്ള 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ കഷ്ണം ഞാൻ റൗണ്ടിൽ ചെത്തിയെടുത്തേക്കനാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലേയും ഈ ഫ്യൂവൽ മിക്സും ഈ PVC പൈപ്പിലേക്ക് അടിച്ചേറ്റാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ PVC പൈപ്പിലേക്ക് ക്ലേ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു പേപ്പറിൻ്റെ ഫണൽ വെച്ചാണ് ചെയ്യുന്നത്, പോവാതിരിക്കാൻ വേണ്ടി. ഈ മാർക്കിങ് ഈ PVC പൈപ്പിൻ്റെ ലെവൽ എത്തണ വരെ അടിച്ച് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഫ്യൂവൽ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുറച്ചേച്ച് ആഡ് ചെയ്യാം, ഒരു 2 സ്പൂൺ വെച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടിയും ആ റോഡ് വെച്ച് അടിച്ച് ടൈറ്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനെ 3 വശമായിട്ട് റിപ്പീറ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്യൂവൽ നമുക്ക് ഇതിനകത്തേക്ക് കംപ്രസ് ചെയ്ത് കയറ്റാൻ വേണ്ടിയാണ്. മരത്ത് കഷ്ണത്തിൻ്റെ അടിയിലത്തെ ആ മാർക്ക് മുകളിൽ വന്ന വരെ അടിച്ച് ടൈറ്റ് ചെയ്യണം. ഫ്യൂവൽ മിക്സിനകത്ത് ഫില്ലായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ ക്ലേ ഇട്ട് അടിച്ച് ടൈറ്റ് ചെയ്യാം. ഈ റോക്കറ്റ് മോട്ടറിന് ഒരു നോസിൽ തുളയ്ക്കുക. അതിനായിട്ട് ഞാൻ 5.6 mm ഒരു ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്തേക്കണത്. അത് വെച്ച് നമ്മൾ ഈ ഫ്യൂവൽ മിക്സിൻ്റെ അറ്റം വരെ തുളയ്ക്കണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയാണ്. അറ്റ് എ ടൈമിൽ മാക്സിമം സർഫസ് ഏരിയ ഒറ്റയടിക്ക് കത്തും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ ഇത് കൈയും കൊണ്ട് തുളയ്ക്കാൻ നോക്കാം, ഡ്രില്ലൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്യാൻ നോക്കാം. ഈ ഡ്രില്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ്റെ ഹീറ്റും കൊണ്ട് ഇത് കത്താൻ ചാൻസ് ഉണ്ട്. സോ കൈയും കൊണ്ട് നമ്മൾ ടൈം എടുത്ത് തുളയ്ക്കുക. മിക്സിൻ്റെ ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ആ റോക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുമ്മ സ്റ്റെബിലൈസർ വെക്കാം. ഇപ്പോൾ ഞാൻ തെങ്ങിൻ്റെ പട്ടയുടെ കഷ്ണമാണ് യൂസ് ചെയ്തേക്കണത്. ഇത് എന്തിനാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോക്കറ്റ് സ്ട്രെയിറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഈ സ്റ്റെബിലൈസർ സ്റ്റിക്ക് നമുക്ക് ഒട്ടിക്കാം. ഫ്യൂസായിട്ട് യൂസ് ചെയ്തേക്കണ ചാട്ടയാണ്. പട്ടയുടെ കഷ്ണം എടുത്തും കൊണ്ട് അതിൻ്റെ തുമ്പ് ജസ്റ്റായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറ്റാം. ഇപ്പോൾ നമ്മുടെ റോക്കറ്റ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കത്തിച്ച് നോക്കാം.
നല്ല പൊക്കത്തി പോയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കത്തിച്ച് നോക്കി. മൂന്നാമത്തെ കത്തിക്കാൻ പോണേ. സോ ഗൈസ്, അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. നല്ല പൊക്കത്തിൽ തന്നെ പോയി. നല്ല പവറുള്ള റോക്കറ്റാണിത്. വെറും പഞ്ചസാരയും പൊട്ടാസ്യം നൈറ്റേറ്റും വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റോക്കറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.